നമസ്കാരം. +2 NOS ചാപ്റ്റർ 9 മൈ സൺ വിൽ നോട്ട് എ ബെഗർ എന്ന ലെസനാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേദ് മെഹ്ത എന്ന് പറയുന്ന ഒരു ബോയിനെ കുറിച്ചാണ് നമ്മളിന്ന് ഈ ലെസണിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ ഇമേജിൽ കാണുന്ന വ്യക്തിയാണ് വേദ് മെഹ്ത. ഇദ്ദേഹത്തിൻ്റെ ഒരു കുട്ടിക്കാലത്തെ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ്, ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് നമുക്ക് ഇന്ന് ഈ ലെസണിൽ കൊടുത്തിരിക്കുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് സെക്ഷനിൽ എന്താ പറയുന്നത് നോക്കണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഈ ലെസണിൽ ഒരച്ഛനും മകനോടുള്ള വേവലാതിയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഈ വേദ് മെഹ്തയുടെ ഫാദറിന് ഈ കുട്ടിയോടുള്ള വേവലാതിയെക്കുറിച്ചാണ് പറയുന്നത്. കാരണം ഇദ്ദേഹം ഒരു ബ്ലൈൻഡാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബ്ലൈൻഡ്നെസ്സിനെ കുറിച്ചുള്ള ആ ഒരു വേവലാതിയെക്കുറിച്ചാണ് ഈ ഫസ്റ്റ് സെക്ഷനിൽ പറയുന്നത്. ഓരോ കുട്ടിയുടെയും ചെറുപ്പകാലം, അത് ആണോ പെണ്ണോ ആയിരിക്കട്ടെ, ഒരു ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവരുടെ ബാല്യകാലം, അവിടെ നടക്കുന്ന ഇൻസിഡൻസൊക്കെ, അന്നത്തെ കാലത്ത് നടക്കുന്ന ഇൻസിഡൻസൊക്കെ ഒരു നല്ല ഓർമ്മകളായിരിക്കും എന്നാണ് പറയുന്നത്. അത് തുടങ്ങുന്നത് ഒരച്ഛനിൽ നിന്നോ അല്ലെങ്കിൽ ഒരമ്മയിൽ നിന്നോ ആയിരിക്കും. കോമൺ ആയിട്ട് ഒരച്ഛനിൽ നിന്നോ ഒരമ്മയിൽ നിന്നോ ആയിരിക്കും ഒരു കുട്ടിയുടെ ആദ്യകാലം തുടങ്ങുന്നത് എന്ന് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അവർ തിരക്കാണെങ്കിൽ നമുക്കൊരു ഏട്ടനോ അല്ലെങ്കിൽ ഒരു ചേച്ചിയോ ഉണ്ടെങ്കിൽ അവരായിരിക്കും കൂടുതൽ നമ്മളെ കെയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു സെർവൻ്റ് ഉണ്ടെങ്കിൽ ആ സെർവൻ്റ് ആയിരിക്കും നമ്മളെ കൂടുതൽ കെയർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഈ സെർവൻസൊക്കെ ചില സമയങ്ങളിൽ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരും. അപ്പോൾ അതൊക്കെ ഒരു ബാല്യകാലത്ത് ഈ കുട്ടിയുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു കാലമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. കുട്ടിക്കാലത്ത് പല കളേഴ്സ് കാണുമ്പോൾ, അല്ലെങ്കിൽ ബട്ടർഫ്ലൈസിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബേർഡിനെ കാണുമ്പോൾ, അങ്ങനെ പല മെമ്മറികൾ ഇങ്ങനെ ഓടി വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് 3.5 വയസ്സായപ്പോഴേക്കെല്ലാം ഓർമ്മകൾ നശിച്ചുപോയി. കാരണം ഇദ്ദേഹത്തിന് ഈ മെനിഞ്ചൈറ്റീസ് എന്ന് പറയുന്ന ഒരു രോഗം വന്നു. മെനിഞ്ചൈറ്റീസ് വന്നിട്ടുണ്ടെങ്കിൽ കണ്ണുകളിലെ കാഴ്ചകൾ അകറ്റുന്ന രീതിയിലേക്കുള്ള ഒരു രോഗമാണ് ഈ മെനിഞ്ചൈറ്റീസ് എന്ന് പറയുന്നത്. ഈ മസ്തിഷ്ക പടലം, അതായത് മസ്തിഷ്കത്തിൻ്റെ പാടയ്ക്ക് വരുന്നൊരു രോഗമാണ്. മസ്തിഷ്കത്തിൻ്റെ പാടയ്ക്ക് പറയുന്നത് മെനിഞ്ചസ് എന്നാണ്. ആ പാടയ്ക്ക് വരുന്ന ഒരു രോഗമാണ് മെനിഞ്ചൈറ്റിസ്. ഇതൊന്നും നമുക്ക് ഈ ലെസണിലില്ല, ഞാൻ നിങ്ങൾക്കൊരു അറിവായിട്ട് ഞാൻ പറഞ്ഞിരുന്നു എന്നുള്ളൂ. അപ്പം മസ്തിഷ്കത്തിൻ്റെ പാടയ്ക്ക് വരുന്ന രോഗമാണ് മെനിഞ്ചൈറ്റിസ്. ഇത് വന്നിട്ടുണ്ടെങ്കിൽ എന്താവും, നമ്മൾ പൂർണ്ണമായിട്ടും ബ്ലൈൻഡായിട്ട് മാറും. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹത്തിന് 3.5 വയസ്സായപ്പോഴത്തേക്കും ഈ ബ്ലൈൻഡ്നെസ് വന്നപ്പോൾ മുഖങ്ങളും വെളിച്ചങ്ങളും ഒക്കെ കാണാതെയായി, ഫുള്ളും ഇരുട്ടിലേക്ക് മാറിപ്പോയി എന്നാണ് പറയുന്നത്. കണ്ണ് കാണാത്തവർക്ക് കളേഴ്സൊന്നും തിരിച്ചറിയാൻ പറ്റില്ല, അത് നമുക്ക് അറിയാം. കണ്ണ് കാണാത്തവർക്ക് കളേഴ്സൊന്നും തിരിച്ചറിയാൻ കഴിയില്ല. ഇരുട്ടാണോ വെളിച്ചമാണോ എന്നൊന്നും അറിയാൻ കഴിയില്ല. ലോകം എന്താണെന്ന് അറിയുന്നതിന് മുൻപ് തന്നെ ഈ കുട്ടിയുടെ കാഴ്ച നഷ്ടപ്പെട്ടു തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ മെമ്മറീസൊക്കെ പതിയെ പോകാൻ തുടങ്ങി, കാഴ്ചയും ഇല്ലാതായി. 3.5 വയസ്സായപ്പോഴത്തേക്കും രോഗം ഇരുളിലേക്ക് മറയാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ രോഗം കൂടുതലായി, അദ്ദേഹത്തിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു. 3.5 വയസ്സായപ്പോഴത്തേക്കും അദ്ദേഹത്തിന് പുറം കാഴ്ചകളോ അല്ലെങ്കിൽ ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ലെസണിൽ പറയുന്നു, കണ്ണ് കാണാത്തവർക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടാവും. അതായത് കണ്ണ് കാണാത്തവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. അവർക്കൊരു കളറിനെ ആണെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മളെപ്പോഴും, നമുക്കിപ്പോൾ കണ്ണ് കാണാൻ കഴിയുമെങ്കിലും നമ്മളൊരിക്കലും കണ്ണ് കാണാത്ത ഒരാളുടെ സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയുന്നത്, നമ്മളെപ്പോഴും നമ്മളുടെ കുറവുകളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നമ്മളെ ചുറ്റിപ്പറ്റിയുള്ളവരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നമ്മൾ ഓർക്കുകയാണെങ്കിൽ നമ്മളുടെ ബുദ്ധിമുട്ടൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ല എന്നാണ് പറയുന്നത്. നമുക്കിനി സെക്കൻഡ് പാരാഗ്രാഫ് ഉണ്ട്, അതെന്താ നോക്കാം. തൻ്റെ 3.5 വയസ്സായപ്പോഴേക്കും തൻ്റെ കാഴ്ച ഫുള്ളായിട്ട് മറിഞ്ഞുപോയി. അപ്പോൾ കാഴ്ചകൾ മറിഞ്ഞപ്പോൾ ആ സമയത്ത് രോഗങ്ങളും കൂടി. ഈ രോഗത്തെ കാണാൻ പറ്റാത്ത അവസ്ഥ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെ ശൂന്യമായ അവസ്ഥയിലേക്ക് മാറ്റി എന്നാണ് പറയുന്നത്. എൻ്റെ ജീവിതം മെല്ലെ മെല്ലെ പരിമലിലേക്ക് മാറി തുടങ്ങി. ഒരു സൺഷൈനോ അല്ലെങ്കിൽ ഒരു റെയിൻബോയുടെ കളറോ ഒന്ന് ആസ്വദിക്കാനും ഒന്ന് കാണാനും പറ്റാത്ത പോലെയായി. അപ്പോൾ എന്താ പറയുന്നത്, അദ്ദേഹം എല്ലാം അറിയുന്നത് തൊട്ടറിയുന്നത് പോലെയും
സ്മെല്ലിലൂടെയും സൗണ്ടിലൂടെയും മാത്രമായി അദ്ദേഹം ഓരോ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൂടെ മാത്രമായി. അപ്പോൾ ഈ യൂണിവേഴ്സൽ എന്നാണ് എന്താ പറയുക, ഈ യൂണിവേഴ്സൽ എന്നാണ് പറയുന്നത്. ഈ അനുഭവം കുട്ടിക്ക് വളരെയധികം വേദന നൽകുന്നു എന്നാണ് പറയുന്നത്. ഈ യൂണിവേഴ്സിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവം ഈ കുട്ടിക്ക് വളരെയധികം വേദന നൽകുന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് സെക്ഷൻ നോക്കാം. ഇതൊരു 4 സെക്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് വലിയൊരു സ്റ്റോറിയാണ്. 4 സെക്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. സെക്കൻഡ് സെക്ഷനിൽ 1937 നവംബറിൽ ആണ് അദ്ദേഹത്തിൻ്റെ കാഴ്ച തീർത്തും ഇരുളിലേക്ക് വീണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇയറൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എപ്പോഴാണ് ഈ ഇയർ എങ്ങനെ ചോദിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ഇയർ ഒന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് മാർക്കൊക്കെ സ്കോർ ചെയ്ത് പറ്റുന്നൊരു പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഇയർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 1937 നവംബറിലാണ് അദ്ദേഹത്തിൻ്റെ ബ്ലൈൻഡ്നെസ് പൂർണ്ണതയിലേക്ക് പോയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇനിയൊന്നും നഷ്ടപ്പെടാനില്ല എന്നായി. അപ്പോൾ ആ സമയത്ത് അവർ ഗുജറാത്തിൽ താമസിക്കുന്ന സമയമായിരുന്നു ഈ അദ്ദേഹത്തിന് ബ്ലൈൻഡ്നെസ് പൂർണ്ണമായത്. അതിനുശേഷം ഈ രോഗത്തെ തുടർന്ന് അവർ ലാഹോറിലേക്ക് സ്ഥലം മാറുന്നു. അവിടെ നിന്നും അവർക്ക് സ്ഥലം മാറേണ്ടി വന്നു. എഗെയിൻ മാറുന്ന സ്ഥലത്തിൻ്റെ പേരാണ് കർണാൽ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേഷൻസിൻ്റെയും മറ്റുള്ള അടുത്ത ആൾക്കാരുടെയൊക്കെ ചോദ്യങ്ങളിൽ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടായി തോന്നി തുടങ്ങി. അപ്പോൾ അവരവിടെ നിന്നും പ്ലേസ് മാറി, വീണ്ടും മാറി കർണാലിലേക്ക് മാറി. അവിടെ ഒരു കനാൽ ബാങ്കിനോട് ചേർന്ന് അവർക്കൊരു നല്ലൊരു കോട്ടേജ് കിട്ടി. അവിടെ എത്തിയപ്പോൾ നല്ലൊരു അന്തരീക്ഷം അവർക്ക് ഫീൽ ചെയ്തു. സമാധാനവും സന്തോഷവും ഉണ്ടായി എന്നാണ് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് പാര നോക്കാം. പുതിയൊരു പ്ലേസ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു പ്രയാസമായിരുന്നു എന്നാണ് പറയുന്നത്. എൻ്റെ അമ്മയും അച്ഛനും 3 സിസ്റ്റേഴ്സും പിന്നെ ഒരു ബ്രദറും കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നും പറയുന്നു. ഈ വൈകാരിക കാരണം ഈ കുട്ടിയെ കൂടുതൽ തളർത്തി. ഇങ്ങനെ ഒരു രോഗമുള്ളത് കൊണ്ട് കുട്ടിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ കൂടുതൽ തളർത്തി. ഈ രോഗം കാരണം സെർവൻസ് പോലും ഈ കുട്ടിയെ പരിചരിക്കാൻ വിസമ്മതിച്ചു, ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് പറയുന്നത്. ഞാനൊരു പാവയെ പോലെ ആയി തീർന്നുവെങ്കിലും സിസ്റ്റേഴ്സായ 3 പേരും കൂടി അദ്ദേഹത്തെ നന്നായി നോക്കി. ഇത് കാണുന്ന അമ്മയ്ക്ക് കൂടുതലും വേദനയാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. എൻ്റെ അച്ഛനൊരു ഡോക്ടറായിരുന്നു, പബ്ലിക് ഹെൽത്ത് സെൻ്ററിലൊരു ഡോക്ടറാണെങ്കിലും മകൻ്റെ ചികിത്സയിൽ വന്ന ഡിലേ നേരിടേണ്ടി വന്നു. അപ്പോൾ ആ ചികിത്സയിൽ നേരിടേണ്ടി വന്ന ഡിലേ ആണ് ഇദ്ദേഹത്തിൻ്റെ കാഴ്ചക്കുറവിന് കാരണമായത് എന്നുള്ള ഒരു ചിന്ത അച്ഛനിലുണ്ടായി. കൃത്യസമയത്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ തൻ്റെ കുഞ്ഞിന് കാഴ്ച കിട്ടുമായിരുന്നു എന്നൊരു മാനസികാവസ്ഥ അച്ഛനെ വല്ലാണ്ട് അലട്ടി എന്നതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. 4th പാരഗ്രാഫ് നോക്കാം നമുക്ക്. പൂർണ്ണമായി അന്ധതയിലേക്ക് മാറിയ സമയത്ത് വയ്യായികളൊക്കെ ഓരോ ഷോക്കായി മാറിക്കൊണ്ടിരുന്നു. അത് ഡേ ബൈ ഡേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരുന്നു, വളരെ വീക്കായിക്കൊണ്ടിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പാരൻസ് ആകെ കണ്ടിട്ടുള്ളത്, ബ്ലൈൻഡായിട്ടുള്ള ആകെ കണ്ടിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് യാചകരെയാണ്. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കും ഉള്ളിൻ്റെ ഉള്ളിലൊരു മാനസികമായിട്ടുള്ള ഒരു വിഭ്രാന്തി തോന്നി. എന്താ പറയുക, തൻ്റെ മകനും ഒരു യാചകനായി നാളെ കാണേണ്ടി വരുമോ എന്നുള്ളൊരു പേടി അവരിലുണ്ടായി. ഈ കുട്ടിയുടെ അച്ഛന് മനസ്സിലായി ഇനി ഈ അന്ധതയിൽ നിന്നും മാറ്റമില്ല എന്നത്. ഈ കുട്ടിയുടെ അച്ഛന് ഇത് പൂർണ്ണമായിട്ട് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ഇതൊരു ട്രാജഡിയെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ഇത് മുന്നോട്ട് പോകണം, അത് എങ്ങനെ എത്ര ഭംഗിയായിട്ട് തൻ്റെ മകനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങി. 3ാമത്തെ സെക്ഷനാണ് അടുത്തത്. 1ാമത്തെ സെക്ഷൻ നോക്കാം. അദ്ദേഹത്തിൻ്റെ അമ്മ വിശ്വസിച്ചിരുന്നത് പണ്ട് താൻ ചെയ്ത പാപഫലങ്ങളുടെ തിക്തഫലമാണ് തൻ്റെ ഈ മകന് ഇപ്പോൾ നേരിടേണ്ടി വന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അമ്മ വിശ്വസിച്ചിരുന്നത്. പക്ഷേ അച്ഛനൊരു മെഡിക്കൽ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അച്ഛൻ ഇതൊന്നും അല്ല എന്നറിയാം. അദ്ദേഹത്തിന് ഇങ്ങനത്തെയുള്ള അന്ധമായുള്ള വിശ്വാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഈ ഫസ്റ്റ് പാര. സെക്കൻഡ് പാരയിൽ എന്ത് പറയുന്നു എന്ന് നോക്കാം. അമ്മ പറയുന്നത് ഫാമിലിയിൽ ഒരു പുരോഹിതനുണ്ട്, അതായത് ഒരു മതപണ്ഡിതനുണ്ട്. അദ്ദേഹത്തിന് റിലീജിയൻ ബേസ്ഡ് ആയിട്ടും സയൻസ് ബേസ്ഡ് ആയിട്ടും ഒക്കെ ഒരുപാട് അറിവുണ്ട്.
അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പോയി കാണാം എന്നാണ് അമ്മ മനസ്സിൽ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെയും കൂട്ടി അമ്മ അവരുടെ മുന്നിലെത്തുകയാണ്. അമ്മ ആ സന്യാസിയുടെ ഓപ്പോസിറ്റ് ഇരുന്ന കുട്ടിയെ മടിയിൽ ഇരുത്തുന്നു. അപ്പോൾ ആ പണ്ഡിതൻ കുട്ടിയുടെ കൈയെടുത്ത് എന്തൊക്കെയോ നോക്കി പറയുന്നുണ്ട്. ശേഷം അമ്മയുടെ നെറ്റിയിലേക്ക് നോക്കി എന്തൊക്കെയോ പെറുപെറുക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, എനിക്കിത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, മറ്റുള്ള സന്യാസിമാരെ കൂടി വിളിച്ചു വരുത്തി നമുക്കത് എന്താണെന്ന് നോക്കി അതിനുള്ള പരിഹാരം ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ ഇതിനൊക്കെ വില്ലിങ്ങാണ്. കാരണം താൻ കാരണം തൻ്റെ മകനൊന്നും വരരുത്, തനിക്കാവുന്നത് എന്തെങ്കിലും ചെയ്യാൻ എന്നുള്ളൊരു മാനസികാവസ്ഥയാണ് അമ്മയ്ക്ക്. അതുകൊണ്ട് അമ്മ വളരെ ശ്രദ്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നതൊക്കെ കേട്ട് എല്ലാ കാര്യങ്ങളും പശ്ചാത്താപ ക്രിയകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ ഒരുങ്ങുകയാണ്. പക്ഷേ ഇത് അച്ഛന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അമ്മ വളരെ കെയർ ചെയ്ത് ശ്രദ്ധാപൂർവമാണ് അമ്മ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അതിനാൽ ഗ്രീക്ക് ഫിസിഷ്യൻ്റെയോ യുനാനി ചികിത്സയോ നിർദ്ദേശിച്ചു അവർ. അതായത് ഒരു ഗ്രീക്ക് ഫിസിഷ്യൻ്റെയോ അല്ലെങ്കിൽ ഒരു യുനാനി ചികിത്സയാണ് ഈ പണ്ഡിതന്മാർ ഈ കണ്ണ് കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അതിനായിട്ട് കണ്ണിലൊഴിക്കാൻ വേണ്ടിയിട്ട് സുറുമകളും മരുന്നുകളൊക്കെ കൊടുത്തു. അത് രാത്രിയും പകലും ഒഴിക്കുമ്പോഴുണ്ടാകുന്ന ആ നീറ്റലിൻ്റെ വേദന ഭയങ്കര കഠിനമാണ്. എന്നാലും അമ്മയുടെ ആ കെയറിങ് കുട്ടിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. ഈ വേദനയൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നിയില്ല അമ്മയുടെ കെയറിങ്ങിൽ നിന്നാണ് പറയുന്നത്. ഒരു ദിവസം അച്ഛൻ അപ്രതീക്ഷിതമായി കയറി വന്നപ്പോൾ മകൻ്റെ വേദന കണ്ടിട്ട് മകൻ ഈ വേദന കൊണ്ട് കരയുകയാണ്. അപ്പോൾ മകൻ്റെ വേദന കണ്ടിട്ട് അച്ഛൻ ചോദിക്കുകയാണ്, എന്താണ് ഇതിനുള്ള പ്രോബ്ലം എന്ന് ചോദിക്കുമ്പോൾ മകൻ കാര്യങ്ങളെല്ലാം പറയുകയാണ്. അപ്പോൾ അച്ഛനമ്മയോട് ദേഷ്യമാണ് വരുന്നത്. കാരണം അച്ഛൻ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ല. അച്ഛനിത് അമ്മയോട് ഉപദേശിച്ചതിന് ശേഷം എടുത്തു കൊണ്ടുപോയി കണ്ണുമുഖമെല്ലാം കഴിയിച്ച് കുട്ടിയെ തിരികെ കൊണ്ടുവരുന്നു. അപ്പോൾ പറയുന്നുണ്ട്, ഈ പണ്ഡിതരെയെല്ലാം കാണുവാൻ പോകുന്നത് അതോടുകൂടി നിർത്തി അമ്മ. ഈ അച്ഛൻ ഉപദേശിച്ചതിനെ തുടർന്ന് അമ്മ ഈ പണ്ഡിതരെയൊക്കെ കാണാൻ പോകുന്നത് നിർത്തിയെങ്കിലും 11 വയസ്സ് വരെ അച്ഛൻ കാണാണ്ട് സുറുമ ഒഴിക്കുന്നത് പതിവായിരുന്നു എന്നാണ് ഈ ലാസ്റ്റ് പാരയിൽ പറയുന്നത്. നമുക്ക് സെക്ഷൻ 4 നോക്കാം, എന്താണെന്ന് നോക്കാം കേട്ടോ. അമ്മ ഓരോ പ്രാവശ്യവും, അതായത് സുറുമ ഒഴിക്കുമ്പോൾ അമ്മ ഓരോ പ്രാവശ്യവും കുട്ടിയുടെ കാഴ്ചയെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഒരിക്കൽ അടഞ്ഞു കിടന്നിരുന്ന ഡോർ അവൻ തുറക്കാൻ ശ്രമിച്ചു. അമ്മയ്ക്കത് വളരെ അധികം സന്തോഷം തോന്നി. തന്നെ ഡോർ തുറക്കാൻ പോയതിൽ അമ്മയ്ക്ക് വളരെയധികം സന്തോഷം തോന്നി എന്നാണ് പറയുന്നത്. അമ്മ അതിനായിട്ട് ഈ സുറുമ ഒഴിച്ച് ആ സമയങ്ങളിലൊക്കെ ഓരോ ടെസ്റ്റുകൾ അവൻ്റെ ഫേസ് ടു ഫേസ് നിന്നിട്ട് അവൻ്റെ മുന്നിൽ നിന്നിട്ട് ഓരോ ആക്ഷനൊക്കെ കാട്ടി, കൈകൾ കൊണ്ട് ഓരോ ആക്ഷനൊക്കെ കാട്ടിയിട്ട് ഇവനെ ടെസ്റ്റ് ചെയ്യാൻ നോക്കി. എന്താണ് അവന് കാഴ്ച കാണുന്നുണ്ടോ, സുറുമ ഒഴിച്ചിട്ട് വല്ല ഫലവുമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അവൻ്റെ ഓപ്പോസിറ്റ് നിന്നിട്ട് കൈകൾ കൊണ്ട് ഓരോ ചലനങ്ങൾ, ഓരോ ആക്ഷൻസൊക്കെ കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കൈകൾ ചലിക്കുമ്പോൾ വരുന്ന എയറിൽ നിന്നും അവൻ ഓരോന്ന് മനസ്സിലാക്കിയെടുത്ത് അവൻ ചിലതൊക്കെ പറയും. അപ്പോൾ ചിലതൊക്കെ തെറ്റുമ്പോൾ അമ്മയ്ക്കത് വല്ലാത്ത ഫീലായിരുന്നു. അതിനായിട്ട് അമ്മ ലൈറ്റ് ഓണാക്കും ഓഫാക്കും. അപ്പോൾ ചില സമയത്ത് അവൻ പറയുന്നത് കറക്റ്റായിരുന്നു, ചില സമയത്ത് അവൻ പറയുമ്പോൾ തെറ്റിപ്പോവും. അപ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന ദുഃഖം മനസ്സിലാക്കിയവൻ എന്താണ് പറയുക, സ്വിച്ചിൻ്റെ സൗണ്ട് കീൻ ഒബ്സർവേഷൻ നടത്തിയിട്ട് അതിനകത്തുള്ള ഓഫ് വരുമ്പോഴുള്ള ശബ്ദവും ഓൺ വരുമ്പോഴുള്ള ശബ്ദമൊക്കെ ശ്രദ്ധിച്ച് അവൻ ആൻസർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ഒരു കാര്യം തീരുമാനിച്ചത്. ഈ കണ്ണ് കാണാത്തവരെയൊക്കെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തിട്ടാണ് ഈ കണ്ണ് കാണാത്തവരൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ താനും ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. അതായത് ഈ കണ്ണ് കാണാത്തവരൊക്കെ ഷോപ്പിൽ നിന്നിട്ടോ അല്ലെങ്കിൽ പുകയില ചുരുട്ടി വിൽക്കുന്നതോ അല്ലെങ്കിൽ നട്ട്സ് വിൽക്കുന്നതോ പോലെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നതാണ് അച്ഛൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കൂടാതെ യാചിക്കുന്നതും ഈ കണ്ണുകൾ കാണാത്തവരൊക്കെ ബഗ്ഗേഴ്സായിട്ടൊക്കെ ടൗൺ ഏരിയയിലും അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് അച്ഛൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. അപ്പോൾ അദ്ദേഹം തൻ്റെ മകനെ അങ്ങനെ കാണുവാൻ ഒരിക്കലും താല്പര്യമുണ്ടായിരുന്നില്ല. അതിനാൽ ഒരു എഡ്യൂക്കേഷൻ അതോറിറ്റീസിനെയൊക്കെ വിളിച്ച് അദ്ദേഹം അതിൻ്റെ കൂടുതൽ അതെങ്ങനെയാണ് ഒരു ബ്ലൈൻഡ്
പീപ്പിൾ അല്ലെങ്കിൽ ഒരു ബ്ലൈൻഡ് സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു എഡ്യൂക്കേഷൻ അതോറിറ്റീസിനെ വിളിച്ച് അതിൻ്റെ സിസ്റ്റമൊക്കെ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി. വീട്ടിൽ തന്നെ ഇരുന്നാൽ അദ്ദേഹത്തിൻ്റെ കുട്ടി മടിയനായി പോകും എന്നൊരു ചിന്ത അച്ഛനെ അലട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വീട്ടിലിരുന്ന് നമ്മളെന്ത് എല്ലാം ചെയ്തു കൊടുക്കും തോറും അവന് ഒരു സ്വയം പ്രാപ്തി, അതായത് സ്വയം ഒരു കാര്യം ചെയ്യാനുള്ളൊരു പ്രാപ്തി ഉണ്ടാവുകയില്ല എന്ന് അച്ഛൻ മനസ്സിലാക്കി. അതിനായിട്ട് ഒരു ഡോക്ടർ എം ഹാൾഡർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയെ അദ്ദേഹം പരിചയപ്പെടുകയാണ്. അദ്ദേഹം പ്രിൻസിപ്പൽ ഓഫ് ദാദാർ സ്കൂളാണ്, ബോംബെയിലുള്ള ഒരു പ്രിൻസിപ്പൽ ദാദാർ സ്കൂളിലത്തെ ഒരു പ്രിൻസിപ്പളാണ് ഈ ഡോക്ടർ RM ഹാൾഡർ. അതിനുവേണ്ടി അദ്ദേഹത്തിന് കത്തെഴുതുകയാണ്. തൻ്റെ മകനെക്കുറിച്ച് പറഞ്ഞ് എല്ലാ ഡീറ്റെയിലുകളും വെച്ചിട്ടൊരു കത്തെഴുതുന്നു. അപ്പോൾ ഈ ഡോക്ടർ പറയുന്നുണ്ട്, താൻ കുട്ടിയെ കെയർ ചെയ്തോളാം, ശ്രദ്ധിച്ചോളാം, ഒന്നും പേടിക്കണ്ട, സ്കൂളിലേക്ക് അയക്കാൻ പറയുകയാണ്. അപ്പോൾ അമ്മയ്ക്കൊരു ടെൻഷൻ, എങ്ങനെയായിരിക്കും ഈ വേദ് മെഹ്ത പെരുമാറുക, കാരണം ബ്ലൈൻഡ് ആണല്ലോ, എങ്ങനെയായിരിക്കും. സ്വാഭാവികമായിട്ടും അമ്മയ്ക്ക് ഒരച്ഛനേക്കാളും അമ്മയ്ക്കാണ് പേടി മനസ്സിൽ. ആദ്യം കുഞ്ഞുങ്ങളെ അയക്കുമ്പോൾ, ആദ്യമാണെങ്കിലും മക്കൾ എത്ര വലുതായാലും അമ്മയ്ക്കാണ് കൂടുതൽ ആദ്യം, അയ്യോ എന്തായിരിക്കും എൻ്റെ കുട്ടിയുടെ അവസ്ഥ, അല്ലെങ്കിൽ കുട്ടി എങ്ങനെയായിരിക്കും ഇതൊക്കെ കൈകാര്യം ചെയ്യുക എന്നെടുത്തിട്ടുള്ള പേടിയാണ് ഇവിടെയും. അപ്പോൾ വേദ് മെഹ്തയെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, പേടിയായിരുന്നു. കാരണം 900 കിലോമീറ്റർ അകലെയാണ് ഈ സ്കൂള്, വീട്ടിൽ നിന്നും 900 മീറ്റർ അകലെയാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. എന്നാലും അമ്മയ്ക്ക് ഒരു സമാധാനം എന്ന് പറയുന്നത് അച്ഛൻ അവൻ്റെ നല്ല കാര്യത്തിന് വേണ്ടിയായിരിക്കും ഇതെല്ലാം ചെയ്യുക. അതുകൊണ്ട് അമ്മ ലാസ്റ്റ് സമ്മതിക്കുകയാണ്, ഇവനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കുകയാണ് എന്നുള്ളതാണ് ലാസ്റ്റ് പേരയിൽ കൊടുത്തിരിക്കുന്നത്. ഇത് വേദ് മെഹ്തയുടെ ഒരു ഫെയ്റ്റ്, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ഫെയ്ത്തായിട്ടാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു നടന്നൊരു ഇൻസിഡൻ്റ് ആണ് ഇത്. ഈ ബ്ലൈൻഡ്നെസ് ഉള്ളത് അദ്ദേഹത്തിന് ദൈവം കൊടുത്തൊരു കാര്യമായിട്ട് ആണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഫെയ്ത്താണ് എന്നുള്ളതാണ് ഈ ലാസ്റ്റ് പാരയിൽ പറയുന്നത്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ഇയറുകളും ബാക്കിയുള്ള മെയിൻ നോട്ടുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ താങ്ക് യു.